കുറുക്കനും കൊക്കും. പണ്ടൊരിക്കൽ കുറുക്കനും കൊക്കും സുഹൃത്തുക്കളായി. ഒരു ദിവസം കുറുക്കൻ കൊക്കിനെ അത്താഴത്തിന് ക്ഷണിച്ചു. കൊക്ക് സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ച് സൂര്യാസ്തമയത്തോടെ കുറുക്കന്റെ വീട്ടിലെത്തി. സൂത്രശാലിയായ കുറുക്കൻ അതിഥിക്കായി സൂപ്പ് ഒരുക്കിയിരുന്നു. പക്ഷേ അവൻ സൂപ്പ് വിളമ്പിയത് പരന്ന പാത്രത്തിലായിരുന്നു. കുറുക്കൻ വേഗത്തിൽ തന്റെ സൂപ്പ് നക്കി കുടിച്ചു. പാവം കൊക്കിന് അതിന്റെ നീണ്ട കൊക്ക് കാരണം ഒരു തുള്ളി പോലും കുടിക്കാൻ കഴിഞ്ഞില്ല. വിശപ്പും സങ്കടവുമായി അതിന് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ആ സമയം കുറുക്കൻ ഉള്ളിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൊക്ക് കുറുക്കനെ അത്താഴത്തിന് ക്ഷണിച്ചു. നല്ലൊരു ഭക്ഷണം പ്രതീക്ഷിച്ച കുറുക്കൻ കൃത്യസമയത്ത് തന്നെ എത്തി. ഇത്തവണ കൊക്ക് നീണ്ടതും ഇടുങ്ങിയതുമായ കഴുത്തുള്ള ഒരു കൂജയിലാണ് സൂപ്പ് വിളമ്പിയത്. കൊക്ക് തന്റെ നീണ്ട കൊക്ക് ഉപയോഗിച്ച് സന്തോഷത്തോടെ സൂപ്പ് കുടിച്ചു. എന്നാൽ കുറുക്കന് തന്റെ വായ കൊണ്ട് അതിൽ തൊടാൻ പോലും കഴിഞ്ഞില്ല. അവനും വിശന്നും നാണം കെട്ടും വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: വിതച്ചത് കൊയ്യും. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുക. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.